നമസ്കാരം. മെട്രോമാറ്റിനിയിലേക്ക് സ്വാഗതം. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തി നടൻ ചന്തു സലീംകുമാർ രംഗത്തെത്തിയത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. പുരസ്കാരങ്ങൾ സർക്കാരുകളെക്കാൾ കാലം നിലനിൽക്കേണ്ടവയാണെന്നും അവ രാഷ്ട്രീയപരമായ സൗകര്യത്തിനല്ല കലാപരമായ മികവിന്റെ തെളിവായി നിലകൊള്ളണമെന്നുമാണ് ചന്തു പറഞ്ഞത്. മഞ്ഞുമൽ ബോയ്സ് അവാർഡ് പട്ടികയിൽ ഇടം നേടാതിരുന്നതിലുള്ള നിരാശ പ്രകടിപ്പിച്ചായിരുന്നു ചന്തുവിന്റെ സോഷ്യൽ മീഡിയ കുറിപ്പ്. ചന്തുവിന്റെ പ്രതികരണത്തെ അനുകൂലിച്ചും വിമർശിച്ചും പരിഹസിച്ചും ആളുകൾ എത്തിയിരുന്നു. അക്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. 2011 കോൺഗ്രസ് ഭരിച്ചതുകൊണ്ടായിരുന്നു കോൺഗ്രസുകാരനായ താങ്കളുടെ അച്ഛൻ സലീംകുമാറിന് ദേശീയ പുരസ്കാരം കിട്ടിയതെന്നാണ് കുറിപ്പിലൂടെ യുവതാരത്തെ വിമർശിച്ച് ഫേസ്ബുക്ക് യൂസറായ ഹരി തമ്പായി ചോദിച്ചത്. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ദേശീയ പുരസ്കാരം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനം ഭരണകക്ഷിയുമായി ചേർന്ന് നിൽക്കുന്നതാണോ? മരിച്ചുപോയ നടൻ സലീംകുമാറിന്റെ മകൻ ചന്തുവിനാണ് ഈ സംശയം. അപ്പോൾ 2011 കോൺഗ്രസ് ഭരിച്ചതുകൊണ്ടായിരുന്നു കോൺഗ്രസുകാരനായ സലീംകുമാറിന് ദേശീയ പുരസ്കാരം കിട്ടിയതെന്ന് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു ചോദിക്കാം. പക്ഷേ അത്ര വിവരക്കേട് നമ്മൾ കാണിക്കേണ്ടല്ലോ. പകരം നമുക്ക് ദേശീയ അവാർഡ് കിട്ടിയ കുറച്ച് ആളുകളെയും അവർ ഭരണകക്ഷിയായ BJPയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നോക്കാം. കാർത്തിക് ആര്യന് BJPയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മമ്മൂട്ടി, അദ്ദേഹം പിന്നെ BJPയുടെ മെയിൻ ആളാണല്ലോ. DYFI വേദികളിലെ സ്ഥിരം സാന്നിധ്യം. കൈരളി TVയിലെ സ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞ രാഷ്ട്രീയ നിലപാട്. അപ്പോൾ പിന്നെ BJP തന്നെ. നടി യാമി ഗൗതം ദുരന്തർ നിർമ്മിച്ച ആദിത്യധറിന്റെ ഭാര്യയാണ് എന്നതുകൊണ്ട് പിടിച്ച് BJPക്കാരിയാക്കുമോ എന്നറിയില്ല. മികച്ച ഗായികയായ വൈക്കം വിജയലക്ഷ്മി BJPയുടെ വൈക്കത്തെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് അറിവ്. സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി തമിഴ്നാട്ടിൽ നിന്നുള്ള സംവിധായകൻ BJPയുമായി ഒരു ബന്ധവുമില്ലാത്ത ആൾ. റൈറ്റ് വിംഗ് എന്നുപോലും പറയാൻ പറ്റാത്ത രാഷ്ട്രീയ നിലപാടുള്ള ആള്. അതിനേക്കാൾ രസകരം ഇദ്ദേഹത്തിന് അവാർഡ് ലഭിച്ച അമരൻ എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ കമലഹാസനാണ് എന്നതാണ്. കമലഹാസനും BJPക്കാരനായിരിക്കുമല്ലേ? ഇതിനു പുറമെ മികച്ച എഡിറ്റർ, മികച്ച പശ്ചാത്തല സംഗീതം എന്നിവയെല്ലാം ലഭിച്ചിരിക്കുന്നത് അമരൻ എന്ന ഈ കമലഹാസന്റെ സിനിമയ്ക്കാണ്. മികച്ച ഛായാഗ്രഹണം ഷഹ്നാദ് ജലാൽ. ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് ആണ് മികച്ച ഛായാഗ്രഹണം അദ്ദേഹത്തിന് ലഭിച്ചത്. ഇത് പിന്നെ എന്തായാലും BJPക്കാരൻ തന്നെ ആയിരിക്കും, സംശയം വേണ്ട. മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമ, സംശയം വേണ്ട, പക്ക BJP. ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന ചുമതലയുള്ള ആളാണ് എന്നാണ് അറിവ്. ഇനിയും മറ്റുള്ളതിലേക്ക് പോയി കഴിഞ്ഞാൽ BJPയുടെ ദേശീയ നേതാക്കളെ വരെ കിട്ടിയേക്കുംല്ലേ. ഇതിനെല്ലാം പുറമെ ഈ സിനിമകളെല്ലാം കണ്ട് അവാർഡ് നിർണയം നടത്തിയത് ജൂറി ചെയർമാനായ മലയാളി സംവിധായകൻ ജയരാജും ടീമുമാണെന്ന് ഓർക്കണം. കിഷ്കിന്ധാകാന്ഡം, പിന്നെ തമിഴിൽ മെയ്യഴകൻ, ജയബേബി, ജമ തുടങ്ങിയ സിനിമകൾ പ്രതീക്ഷിച്ച പല വിഭാഗത്തിലും ഉൾപ്പെടാതെ പോയതിൽ അത്ഭുതമുണ്ട്. അതുപോലെ പുഷ്പ 2 പോലെ ഒരു ചവറു പടം മികച്ച തിരക്കഥയാണെന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അമർഷമുണ്ട്. അത് ഏതൊരു അവാർഡ് പ്രഖ്യാപനം വന്നാലും സംഭവിക്കാവുന്ന പതിവ് സംഭവങ്ങൾ തന്നെയാണ്. കാരണം ഇത്രമേൽ സിനിമകൾ ഇറങ്ങുന്ന അവസ്ഥയിൽ അങ്ങനെ ഒരു തർക്കം പതിവാണ്. പക്ഷേ എന്ന് കരുതി ഭരണകക്ഷിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അവാർഡ് കൊടുക്കുന്നത് എന്നൊക്കെ പറയണമെങ്കിൽ എന്ത് തരം പൊട്ടൻ ആയിരിക്കണമെന്നായിരുന്നു കുറിപ്പ്. അതേസമയം സലീംകുമാറിന്റെ സ്മരണയ്ക്കായി സംസ്ഥാന സർക്കാർ 1 കോടി രൂപ ചെലവിൽ മെമ്മോറിയൽ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ അനുകൂലവും പ്രതികൂലവുമായ നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെ ചന്തു നൽകിയ മറുപടിയും ശ്രദ്ധ നേടിയിരുന്നു. ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ ചന്തു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെയായിരുന്നു ഈ പ്രതികരണം വന്നത്. ഒരു സോഷ്യൽ മീഡിയ ഉപഭോക്താവ് സലീംകുമാറിന് മെമ്മോറിയൽ ലഭിക്കുകയും ശ്രീനിവാസന് ലഭിക്കാതിരിക്കുകയും ചെയ്താൽ 2050 അത് കാണുന്ന കുട്ടികൾ സലീംകുമാർ ആണ് മലയാള സിനിമയ്ക്ക് കൂടുതൽ സംഭാവന നൽകിയതെന്നും ശ്രീനിവാസൻ ആരുമല്ല എന്നും കരുതില്ലേ എന്നായിരുന്നു കമന്റ് ഇട്ടത്. ഇതിന് ചന്തു നൽകിയ മറുപടിയാണ് വൈറലായത്. ശ്രീനിവാസൻ തന്റെ കലാസൃഷ്ടികൾ കൊണ്ട് എക്കാലവും ഓർമ്മിക്കപ്പെടും. അദ്ദേഹം ഒരിക്കലും ആരുമല്ല എന്ന നിലയിലേക്ക് പോകില്ല. 2050 കുട്ടികൾ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുകയും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്തുകളിൽ ഒരാളായി കണക്കാക്കപ്പെട്ടത് എന്നും മനസ്സിലാക്കുകയും ചെയ്യുമെന്നാണ് ചന്തു കുറിച്ചത്. അതേസമയം തന്റെ അച്ഛൻ സലീംകുമാറിന്റെ നേട്ടങ്ങളും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ദേശീയ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള ബഹുമതി നേടിയ ഏക ഇന്ത്യൻ നടനാണ് സലീംകുമാർ. അദ്ദേഹം പുരസ്കാര ജേതാവായ എഴുത്തുകാരനുമാണ് എന്നും ചന്തു ചൂണ്ടിക്കാട്ടി.
മെമ്മോറിയലിനെ കുറിച്ചും ചന്തു വിശദീകരണം നൽകി. അതൊരു പ്രതിമയല്ല, സിനിമയ്ക്ക് ശാശ്വത സംഭാവന നൽകിയവരുടെ പാരമ്പര്യം സംരക്ഷിക്കുന്ന ഇടമാണ്. 2050 അവിടെ എത്തുന്ന ഒരു കുട്ടി അവരുടെ ജീവിതവും സിനിമകളും ഇന്ത്യക്ക് നൽകിയ സംഭാവനകളും മനസ്സിലാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവസാനമായി അവർ വിശ്വസിച്ച രാഷ്ട്രീയ നിലപാടുകൾ ചരിത്രത്തിന്റെ ഭാഗമാകാം, പക്ഷേ അവരുടെ സൃഷ്ടികളും പാരമ്പര്യവും രാഷ്ട്രീയത്തെ അതിജീവിച്ച് നിലനിൽക്കുമെന്ന വാക്കുകളോടെയാണ് ചന്തു മറുപടി അവസാനിപ്പിച്ചത്. ചന്തുവിന്റെ ഈ പ്രതികരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുകയാണ്. സലിംകുമാർ മെമ്മോറിയലിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്കിടയിൽ ശ്രീനിവാസന്റെ കലാസംഭാവനയും ഒരുപോലെ അംഗീകരിച്ചുകൊണ്ടുള്ള ചന്തുവിന്റെ നിലപാടാണ് ശ്രദ്ധ നേടുന്നത്. അതേസമയം ഭരണകക്ഷിയുമായുള്ള അടുപ്പമാണോ പുരസ്കാരങ്ങളും മാനദണ്ഡം എന്നാണ് ചന്തു സലിംകുമാർ ചോദിച്ചത്. അവാർഡുകൾ മികവിന്റെ അടയാളമായിരിക്കണമെന്നും ചന്തുവിന്റെ കുറിപ്പിൽ പറഞ്ഞിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ചന്തു പരസ്യമായി പ്രതിഷേധം പ്രകടിപ്പിച്ചത്. ഇന്ത്യൻ സിനിമയെക്കുറിച്ച് ഭാവിയിൽ പഠിക്കുന്ന കുട്ടികൾ അക്കാലത്തെ മികച്ച സിനിമകൾ എന്നു കരുതി കാണുമ്പോൾ അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ അറിഞ്ഞിരിക്കില്ല എന്നും സ്ക്രീനിൽ കാണുന്നത് മാത്രം നോക്കി വിലയിരുത്തുമെന്നും ചന്തു കുറിച്ചിരുന്നു. നല്ല സിനിമകൾ അവഗണിക്കപ്പെട്ട് സാധാരണ ചിത്രങ്ങൾ ആദരിക്കപ്പെടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയരുമെന്നും ചന്തു കുറിച്ചു. ചന്തുവിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തെക്കുറിച്ച് 2050 പഠിക്കുന്ന ഒരു കുട്ടിയെ സങ്കല്പിക്കും. അവർ നാഷണൽ അവാർഡ് ജേതാക്കളുടെ പട്ടിക നോക്കുകയും ആഘോഷിക്കപ്പെട്ട ഓരോ സിനിമയും കാണുകയും ചെയ്യും. ആരായിരുന്നു അധികാരത്തിലെന്നോ എന്തായിരുന്നു രാഷ്ട്രീയ പശ്ചാത്തലമെന്നോ അവർക്ക് അറിയുന്നുണ്ടാവില്ല. അവർ സ്ക്രീനിൽ കാണുന്നത് മാത്രം നോക്കി വിലയിരുത്തും. നല്ല സിനിമകൾ തഴയപ്പെട്ട നിരവധി സാധാരണ ചിത്രങ്ങൾ ആദരിക്കപ്പെട്ടിരുന്നുവെന്ന് കാണുമ്പോൾ സ്വാഭാവികമായും അതെന്തുകൊണ്ടാണെന്ന് അവർ ചോദിക്കും. കഴിവിനേക്കാൾ ഭരണകക്ഷിയുമായുള്ള അടുപ്പമായിരുന്നു പുരസ്കാരങ്ങളെ സ്വാധീനിച്ചത് എന്ന ഉത്തരം ആളുകൾ നൽകുമ്പോൾ ചരിത്രം അതായിരിക്കും ഓർമ്മിക്കുക. ട്രോഫി എന്നേക്കുമായി നിലകൊള്ളുമായിരിക്കും, പക്ഷേ അതുപോലെ തന്നെ അതെങ്ങനെ നേടിയെന്ന ചോദ്യങ്ങളും നിലകൊള്ളും. അവാർഡുകൾ സർക്കാരുകളെക്കാൾ കാലങ്ങളോളം അതിജീവിക്കേണ്ടവയാണ്. കലാപരമായ മികവിന്റെ അടയാളങ്ങളായിരിക്കണം അവ, അല്ലാതെ രാഷ്ട്രീയ സൗകര്യത്തിനനുസരിച്ച് ആയിരിക്കരുത്. അതിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ അക്കാലത്തെ മികച്ച ചിത്രങ്ങളായി ചരിത്രം അവയെ ഓർക്കില്ല. മികവിനേക്കാൾ അധികാരത്തിന് പ്രാധാന്യം ലഭിച്ചപ്പോൾ വിജയിച്ച ചിത്രങ്ങളായിരിക്കും എന്നും ചന്തു സലിംകുമാർ അഭിനയിച്ച മഞ്ഞുമൽ ബോയ്സിന് പുരസ്കാരം തഴയപ്പെട്ടതിൽ ഏറെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സിനിമയ്ക്ക് പുരസ്കാരം ലഭിക്കാത്തതിൽ നിരാശയുണ്ടെന്ന് നടൻ ആസിഫ് അലിയും പ്രതികരിച്ചിരുന്നു. ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം, മികച്ച ജനപ്രിയ ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച കലാസംവിധാനം എന്നീ അവാർഡുകൾക്ക് പരിഗണിക്കപ്പെട്ടിരുന്നുവെന്നാണ് സൂചന. കേന്ദ്ര സർക്കാരിന്റെ പ്രൊപ്പഗൻഡ സിനിമകൾ എന്ന ആക്ഷേപം നേരിട്ട ആർട്ടിക്കിൾ 370, സ്വാതന്ത്ര്യ വീര സവർക്കർ എന്നിവയ്ക്ക് മികച്ച പരിഗണന കിട്ടുകയും ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചെടുത്ത മഞ്ഞുമൽ ബോയ്സ്, മലയാളത്തിൽ നിന്ന് തന്നെയുള്ള കിഷ്കിന്ധാകാന്ഡം തുടങ്ങിയ ചിത്രങ്ങളെ തടയുകയും ചെയ്തത് ഏറെ ചർച്ചയായി. അതുകൊണ്ട് തന്നെ ചന്തുവിന്റെ പ്രതികരണത്തെ അനുകൂലിച്ചും വിമർശിച്ചുമാണ് പരിഹസിച്ചുമാണ് ആളുകൾ എത്തിയിരുന്നത്. നാഷണൽ സിനിമാറ്റിക് അവാർഡ്സ് എന്ന ഹാഷ്ടാഗോടെയാണ് ചന്തു സലിംകുമാറിന്റെ പോസ്റ്റ്. നിരവധി പേർ ചന്തുവിന്റെ അഭിപ്രായത്തെ പിന്തുണച്ച് രംഗത്തെത്തി. 72ാമത് ദേശീയ പുരസ്കാരം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മഞ്ഞുമൽ ബോയ്സ്, കിഷ്കിന്ധാകാന്ഡം പോലെ നിരൂപക പ്രശംസ നേടിയ സിനിമകൾക്ക് ഒരു പുരസ്കാരം പോലും ലഭിച്ചില്ല എന്നതാണ് സിനിമാ പ്രേമികളെ നിരാശരാക്കിയത്. രാജ്യാന്തര തലത്തിൽ പോലും ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ചിത്രങ്ങളെ സമ്പൂർണ്ണമായി അവഗണിച്ചത് സിനിമാ പ്രേമികൾക്കിടയിൽ ഏറെ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. മികച്ച കഥ, തിരക്കഥ, ചിത്രം, സംവിധാനം തുടങ്ങിയ കാറ്റഗറികളിൽ ശക്തമായ മത്സരം ഉയർത്തിയ സിനിമകളായിരുന്നു മലയാളത്തിന്റെ മഞ്ഞുമലും കിഷ്കിന്ധയും. എന്നാൽ അവസാന റൗണ്ടിൽ ഇവ തഴയപ്പെടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മികവുള്ള ചിത്രങ്ങളെ ഒഴിവാക്കി പ്രൊപ്പഗൻഡ ചിത്രങ്ങൾക്ക് പുരസ്കാരങ്ങൾ വാരിക്കോരി നൽകുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡെന്നും ആരാധകർ പറയുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ്, കിഷ്കിന്ധാകാന്ഡം, തങ്കലാൻ, മെയ്യഴകൻ, മഹാരാജ, വാഴൈ, കോട്ട് എന്നിങ്ങനെ നിരവധി ചിത്രങ്ങൾ അവഗണിക്കപ്പെട്ടു എന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.